ഞാൻ അപ്പുവാണ്, അത്തിക്കോട്, കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട്, പാലക്കാട്. തൊഴുത്ത് നിറഞ്ഞ പശുക്കളാണ്. തൊഴുത്ത് നിറയെ പശുക്കളാണ്. ഒരു 30 പശു ഉണ്ട് ഇപ്പൊ. 30 ഉണ്ട്. പ്രസവിച്ചതുണ്ട്. പ്രസവിച്ചത് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇതിപ്പോ പ്രസവിച്ചാണ്. അപ്പൊ നമുക്ക് പ്രസവിച്ചിട്ട് കണ്ടെടുക്കാനുള്ള സൗകര്യം ഉണ്ട്. പ്രസവിച്ചതുണ്ടെങ്കിൽ പ്രസവിച്ച് കറന്ന് നോക്കി കൊണ്ടുപോവാ. മറ്റേ ചില പശു ആണെങ്കിൽ നമ്മൾ 4 കാമ്പിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ശരി, നമുക്ക് ഇവിടുത്തെ പശുക്കളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി വെളിയിൽ ഇറക്കി കാണാം. വെളിയിൽ ഇറക്കി കാണാം, ഉള്ളിലും കാണാം. ഇതൊക്കെ 2ാം പേരിലുള്ള പശുക്കളാണ്. ശരി ശരി ശരി. കൃഷ്ണഗിരി ബ്രീഡുകൾ പോലെ ഉണ്ടല്ലോ. കൃഷ്ണഗിരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് നിന്നെല്ലാം എടുക്കുന്നത്. നമ്മൾ തമിഴ്നാട് വേറെ ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന പശുക്കളാ. ഒക്കെ വീട്ടു പശുക്കള് അങ്ങനെയുള്ളതുകളാണ്. നിങ്ങളിപ്പോ കൃഷ്ണഗിരി മാറ്റി പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മ ഇത്തിരി ചൂട് ഏരിയയിൽ നിന്ന് എടുക്കുന്നത് കാരണം നമുക്ക് ഒരു കംപ്ലൈന്റും വരുന്നില്ല. നല്ല വലിപ്പമുള്ള ഒരാൾ പൊക്കമുള്ള പശുക്കള് ഒക്കെ മോഴകളാണ്. കൊമ്പില്ലാത്തത് ഈ ലൈവ് മൊത്തം കൊമ്പില്ലാത്തതാണ്. ഹൈബ്രിഡ് ആണ്. ഒക്കെ ഹൈ ക്വാളിറ്റി പശുക്കളാണ്. ഒക്കെ ഒരു മാക്സിമം ഒരു 20 മേലെ അങ്ങനെയുള്ള പശുക്കള്. ജേഴ്സി ആണെങ്കിലും നമ്മ ഇത്തിരി ഹൈ ക്വാളിറ്റി ജേഴ്സി മാത്രമേ. ഇതൊക്കെ ഇപ്പൊ ഹൈ ക്വാളിറ്റി ജേഴ്സിയാണ്. നല്ല 20 ലിറ്ററിന്റെ മുകളിൽ കിട്ടുന്ന പോലെയുള്ള 20 മാക്സിമം കിട്ടുന്ന ജേഴ്സികളാണ് നല്ലത്. ഇത് വന്നിട്ട് ഇപ്പൊ നമുക്ക് 2ാം പേറുകളാണ്. പ്രസവിച്ച പശുക്കളാണ്. ഇതിപ്പോ പ്രസവിച്ച പശുവാണ്. കറന്ന് നോക്കി കൊണ്ടുപോവുക. ഇതൊക്കെ ഒരു 20 മേലെ കിട്ടണത് കറന്നേ നോക്കിട്ട് പോവാ. ഇത് പ്രസവിച്ചാണ്. പിന്നെ ഈ ചെറിയ വീട്ടുകാർക്ക് പറ്റിയ കടിഞ്ഞിലുകള് അങ്ങനെയുള്ളതുണ്ട്. ഈ ചെറിയ ഇതൊക്കെ ഒരു 50-55 ആ റേറ്റില് കിട്ടണത്. പിന്നെ ഇത് വന്നിട്ട് അപ്പൊ 3ാം പേർ പശുവാണ്. ഇതൊക്കെ ഒരു 25 മാക്സിമം കിട്ടുന്ന. നീ ദിവസം ആയിട്ടില്ല, നീ 15 ദിവസം പിടിക്കും. പിന്നെ പോത്തുകൾ വേണമെങ്കിൽ പോത്തുകൾ കൊടുക്കാനുണ്ട്. എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് പശുക്കൾ വെളിയിലേക്ക് ഇറക്കാം. ഇതൊക്കെ വമ്പൻ പശുക്കളാണ്. ഇതൊക്കെ ഒരു 10 ദിവസം 15 ദിവസം ആകുന്ന പശുക്കളാണ്. ഒരാൾ പൊക്കമുള്ള പശുക്കള്. ഫാമിലിക്കും പറ്റും, വീട്ടുകളിക്കും പറ്റും. ഇതൊക്കെ 2ാം പേരിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുണ്ട്, എച്ചപ്പ് കൂടിയതും ഉണ്ട്. ഇതൊക്കെ ജേഴ്സി കൂടിയതാണ്. ഇതൊക്കെ ജേഴ്സി കൂടിയതാണ്. മോഴ വേണമെന്നുണ്ടെങ്കിൽ മോഴയുണ്ട്, കൊമ്പുള്ളതുണ്ട്. ഇതൊക്കെ 2ാം പേരിലുള്ളതുകളാണ്. ഇത് മാത്രം 3ാം പേര്. ആ അറ്റത്തെ 3ാം പേര്, ഇത് 3ാം പേര്. ഇത് ഇപ്പൊ 3ാം പേരാണ്. നമുക്ക് കൊടുത്തിരിക്കുകയാണ്. പ്രസവിച്ചു, ഇപ്പൊ വൈകിട്ട് കയറ്റും. കൊമ്പുള്ള ജേഴ്സിയാണ്. അതുകൊണ്ട് ഏത് ഐറ്റം വേണമെങ്കിലും ഉണ്ട്. എല്ലാതരം ഐറ്റവും നമ്മുടെ ഷട്ടിലുണ്ടാവും. അപ്പുറത്തെ ഷട്ടിലും എച്ചപ്പ് പശു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഷെഡ് കൂടി ഉണ്ട്. ആ ഷട്ടിലും ഉണ്ട്. അപ്പോട്ടോ നമസ്കാരം. നല്ല നല്ല പശുക്കളാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പശുക്കൾ. ഫാമുകാർ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തൂക്കിട്ട് പോകും. അപ്പൊ തൂക്കണം. അങ്ങനത്തെ പശുക്കളാണ് കൊണ്ടുവരുന്നത്. അങ്ങനത്തെയാണ് എടുത്തിട്ട് വരുന്നത്. ഇപ്പൊ ചെറു പശുക്കളില്ല. അപ്പൊ ക്വാളിറ്റി ഉള്ള ബ്രീഡുകളാണ് ഏറ്റവും തെരഞ്ഞെടുക്കുന്നത്. ക്വാളിറ്റി ഉള്ള പശുക്കളാണ് എടുക്കുന്നത്. അതിനാണ് നമുക്ക് ആളുകൾ കൂടുതലും ഫാമുകാർക്കും ഒക്കെ പറ്റിയ പശുക്കളായ കാരണം ഫാം നടത്തിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 20 ലിറ്ററെങ്കിലും കിട്ടിയാലേ നടക്കുള്ളൂ. അപ്പൊ ഇതുപോലുള്ള പശുക്കൾ എടുക്കണം. ഇതുമാതിരി ഉള്ളത് എടുത്താലേ കിട്ടുള്ളൂ. അതെ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡുകളാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ വന്നവര് അപ്പൊ തന്നെ എടുത്തിട്ട് പോകും. അതുപോലെയുള്ള പശുക്കളാണ്. ഒക്കെ പ്രായം കുറവാണ് അല്ലേട്ടാ. ഒക്കെ 2ാം പേരാണ്. ഇതിന്റെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതൊന്നും അല്ല, ഇത്തിരി എച്ചപ്പ് കൂടിയത്. ഇത് HF കൂടിയത്. ഇതിൽ HF കുറച്ച് കുറവുണ്ട്. HF കുറവ്, ജേഴ്സി കൂടിയിട്ടുണ്ട്. എല്ലാ ടൈപ്പ് പശുക്കളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. ശരി. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് എത്രാമത്തെ പ്രസവമാണ്? എങ്ങനെയാണ് ഇത് 2ാം പേര്. 2ാമത്തെ പ്രസവത്തിൽ. അതെ. പ്രസവിക്കാൻ എത്ര ദിവസം? ഒരു 10 ദിവസം. 10 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ പാല്? മാക്സിമം 20 കണക്കാക്കിയാൽ മതി. 20 ലിറ്റർ പാല്. അതെ. ശരി. അപ്പോ അതുകളൊക്കെ മാക്സിമം 20 മേലെ. നമ്മുടെ ഭക്ഷണ രീതി, കാര്യങ്ങൾ, ക്ലൈമറ്റ് അതിനനുസരിച്ച് ഫുഡ് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ നോട്ടമാണ് മെയിൻ. 20 കിട്ടാം, 22 കിട്ടാം, 25 കിട്ടാം, അത് 18 കിട്ടാം. നമ്മ പിന്നെ 4 കാമ്പിന് ഫുൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. കറവ് പശുവാണെങ്കിൽ കറന്ന് കണ്ടു കൊണ്ടുപോകാം. ഇതൊക്കെ പല്ല് ചേർന്ന പശുക്കളില്ല. ഒക്കെ 6 പല്ല് പുതുവായി പറയും. അങ്ങനെയുള്ള പശുക്കളാണ്. നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പശുക്കൾ. നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളാണ്. വൃത്തിയുള്ള പശുക്കളാണ് കേട്ടോ.
ഓക്കെ ഓക്കെ നമ്മുടെ ഫാമിൽ എപ്പോഴും വൃത്തിയും വെടുപ്പുള്ള പശുക്കളെ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മപ്പോ ഇത് 35 കൊല്ലമായി ഇതിൽ വന്നിട്ട്. ശരി ശരി. അപ്പൊ നല്ല പശുക്കളെ കൊണ്ടുപോയിട്ട് കേട് വരുന്ന ആളും ഉണ്ട്, നല്ല രീതിയിൽ നന്നായി നോക്കി പോണവരും ഉണ്ട്. നിങ്ങൾക്ക് അസുഖങ്ങൾ കുറഞ്ഞ രീതിയിൽ അല്ലേ? ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോ മറ്റേ മലപ്പുറം ഒക്കെ ഫാമുകളിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം കൊണ്ടുപോകണവരുണ്ട്. അതിനെ കുറിച്ച് അറിയുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ല. അതപ്പോ മലപ്പുറത്ത് ഒരാളുണ്ട്, പശുവിന് കയറ്റി വിട് പറയുകയല്ലാണ്ട് ഇതില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട്. ശരി 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 ശരി. ഇപ്പൊ നല്ല ക്വാളിറ്റി മോഴ പശുക്കളാണ്, ഒറിജിനൽ മോഴയാണിത്. അപ്പൊ അത് വന്നിട്ട് കൊമ്പ് കരിച്ചതാണ് അല്ലേ ഏട്ടാ? കരിച്ചതല്ല, അത് പീസ് കൊമ്പ് പറയും. ആടും അത് വലിച്ചാ വരും. ആടിന് കൊമ്പാണ്. ഇതൊന്നും കൊമ്പേ കാണില്ല. ഒറിജിനൽ മോഴകള്. ശരി ശരി. അപ്പൊ പിന്നെ ഇതിന്റെ വിലകളൊക്കെ നമുക്ക് എങ്ങനെ വരും? ഓരോ വിലയായിരിക്കും. വില പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷട്ടിൽ ഒരു 75 രൂപ തൊട്ട് ഒരു 1.25 വരെയുള്ള 1.25 1.30 വരെയുള്ള പശുക്കൾ. ക്വാളിറ്റിക്കുള്ളതാണ് വില. ഇപ്പൊ മറ്റേ 80 വാങ്ങി പശുവും ചിലപ്പോ ഇതിന്റെ പാലേ കിട്ടുള്ളൂ. അത് പശുവിന്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. പശുക്കളൊക്കെ നമ്മുടെ പശുക്കളാണ്. തൊഴുത്തിലും ഉണ്ട്. ഒരുപാട് പശുക്കൾ പൊക്കമൊക്കെ വെളിയിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ജേഴ്സി കൂടി പശുക്കളാണ്. ജേഴ്സി കൂടി പശുക്കള്, ക്രോസ് പശുക്കളാണല്ലേ? ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു വില സുമാർ പറഞ്ഞാൽ മതി. ഒരു 95 1 രൂപ ആ റേറ്റ് വരും. ശരി ശരി ശരി. അപ്പൊ ഇതിൽ പല റേറ്റിലും ഉണ്ട് പശുക്കളുണ്ട് അല്ലേ? ഒക്കെ ബ്രീഡ് ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റികള്. ശരി ശരി. അപ്പൊ ഇത് ചെനകളാണോ പ്രസവിച്ചതാണോ? പ്രസവിച്ചത് തൊഴുത്തിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ ഓക്കെ. അത് കാണിച്ചു തരാം. ഇതൊക്കെ വന്നിട്ട് ചെനയിലുള്ളത്. അതായത് 10 ദിവസം 15 ദിവസം അങ്ങനെയുള്ളത്. ഇതൊക്കെ മോഴ, കൊമ്പില്ലാത്തത്. നാലായി മൊത്തം മോഴ. ഈ ലൈന് മൊത്തം മോഴകളാണ്. മോഴയുണ്ട്, അതാ അത് മോഴകള്. ഇപ്പൊ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പാമ്പുകൾ വന്നു കഴിഞ്ഞാല് നമുക്ക് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ഒക്കെ കൊമ്പ് ടൈപ്പ് എല്ലാ ഐറ്റവും ഉണ്ട്. നല്ല നല്ല ക്വാളിറ്റി ബ്രീഡുകൾ ഇപ്പോ മൂപ്പര് ഇറക്കിയിട്ടുണ്ട്. നല്ല നല്ല പശുക്കള് ഇപ്പൊ നമ്മൾ 6 മാസമായിട്ട് തന്നെ ഇറക്കണം. ചെറുപശുക്കൾ ഒഴിവാക്കി. അപ്പൊ നമുക്ക് എല്ലാ ഏജന്റുമാരായാലും ആരായാലും നമ്മുടെ ഫാമിൽ കയറാണ്ട് പോയില്ല. ക്വാളിറ്റിയുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. മൂപ്പരിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ വിളിക്കുക. നല്ല നല്ല കാമ്പ് മടിയും നല്ല മടി കാമ്പ് ഓയിൽസ് ഉള്ള പശുക്കള്. ഇതൊക്കെ കൊമ്പ് പശുവാണ്. ഒക്കെ 2ാം പേരിലുള്ളതുകളാ. ഇതൊക്കെ 2ാം പേരിൽ. അതെ, 2ഉം 3ഉം. ശരി ശരി. ഇതൊക്കെ വലിയ മോഴകള്. നല്ല കാമ്പ്, നല്ല കറവി കിട്ടുന്ന പശുക്കളാണ്. ചെക്ക് ചെയ്തെടുക്കാം. വന്നു കഴിഞ്ഞാൽ ഒരു 10-20 എണ്ണം കാണുന്നതുകൊണ്ട് നമുക്ക് ഏതാ 30 എണ്ണം ഉണ്ടാവും. 30 എണ്ണത്തില് വന്നവർക്ക് ഒന്നെങ്കിലും ഇഷ്ടപ്പെടുമല്ലോ. അതെ അതെ. അതാണ്.